സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൽത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹ വിരുന്നിനായി. സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹ വിരുന്നിനായി. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങളണയുന്നു. കാൽവരി മലയിലെ യാഗബലി അർപ്പിച്ചിടാൻ ഞങ്ങളണയുന്നു. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹതാതാ. ജീവിതഭാരവും സുഖവും ദുഃഖവും സ്വീകരിക്കണമേ സ്നേഹതാതാ. സ്നേഹപിതാവിൻ ഭവനമിതിൽ പരിശുദ്ധമാകും അൾത്താരയിൽ അനുതാപമേറും ഹൃദയവുമായി അണയുന്നു സ്നേഹ വിരുന്നിനായി. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠം ഒരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുമ്പാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം.
ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദൈവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സ്ഥലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ആത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരച്ചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. കനിവോട് കർത്താവേകുന്നു പശിയുള്ളോർക്കിൻ ആഹാരം. ബന്ധിതരായോ എന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവാടു തുറന്നിടുവോൻ. താഴ്ന്ന മുഖങ്ങൾ ഉയർത്തിടുവോൻ. കർത്താവല്ലോ എന്നാളും. കർത്താവല്ലോ വാഴുന്നു എന്നാളും ഭരണാധിപനാ. സഹിയോനേ നിൻ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. സാധനമതുപോൽ
എന്നേക്കും സ്തുതി എന്നേക്കും ആദി മുതൽക്കുന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠാത അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്ഥല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സ്ഥലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, നീക്ക് നന്ദി പറയുന്നു, ഉത്തമമാകുന്നു അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി നിറഞ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സ്ഥലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ.
ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംബന്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും ഓർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീസ്നായ നയിക്കും. ആമേൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായവും ദൈവികവുമായ കൽപ്പനകൂടി മധുരസ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹോത്സന്നവും ലക്ഷ്യം ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാണ്ഡത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീസ്നായ നയിക്കും.
ആമേൻ. സഹോദരെ, പൗലോസ് സ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം ഗുരു ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. സ്നേഹം പിന്തുടരുവിൻ. ആത്മീയദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചിക്കുന്നതിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, പ്രത്യുത ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആരും അവനെ ഗ്രഹിക്കുന്നില്ല, കാരണം അവൻ ആത്മാവിൽ രഹസ്യങ്ങൾ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവൻ മനുഷ്യരുടെ വളർച്ചയ്ക്കും സമാശ്വാസത്തിനും പ്രോത്സാഹനത്തിനുമായി സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തന്നെ പടുത്തുയർത്തുന്നു, എന്നാൽ പ്രവചിക്കുന്നവനാകട്ടെ സഭയെ പടുത്തുയർത്തുന്നു. നിങ്ങളെല്ലാവരും ഭാഷാവരത്തിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിലുപരിയായി നിങ്ങൾ പ്രവചിക്കണമെന്നും. എന്നാൽ സഭയ്ക്ക് വളർച്ച ലഭിക്കത്തക്ക രീതിയിൽ ഒരുവൻ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ ഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠൻ. ഇപ്പോൾ സഹോദരരെ, അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ അറിവോ പ്രവചനമോ പ്രബോധമോ നൽകാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് വരുത്തുന്നത്? കുഴൽ, കിന്നരം തുടങ്ങിയ അച്ഛേദനങ്ങളായ ഉപകരണങ്ങൾ ശ്രുതിഭേദം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അവ കുഴലാണോ കിന്നരമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? കാഹളമുയർത്തുന്ന ശബ്ദം അസ്പഷ്ടമെങ്കിൽ ആര് യുദ്ധത്തിന് തയ്യാറാകും? അതുപോലെയാണ് നിങ്ങളുടെ കാര്യവും. അന്യഭാഷയിൽ അവ്യക്തമായി സംസാരിച്ചാൽ പറയപ്പെട്ട കാര്യം ആർക്ക് മനസ്സിലാകും? കാരണം നിങ്ങൾ വായുവിനോടായിരിക്കും സംസാരിക്കുക. ലോകത്ത് എത്ര തരം ഭാഷകളുണ്ട്? അവയൊന്നും നിരർത്ഥകമല്ല. ഭാഷയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് സംസാരിക്കുന്നവന് ഞാൻ പരദേശിയായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ അവൻ എനിക്കും പരദേശിയാണ്. നിങ്ങളും അങ്ങനെ തന്നെ. ആത്മീയ വരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ശുഷ്കാന്തി ഉള്ളതുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വരങ്ങൾക്കായി ഉത്സാഹിക്കുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിശിഹാ പ്രിയൻ വൈദ്യരാകും സ്നേഹന്മാരെ വണങ്ങാമൊന്നായി. ഹല്ലേലൂയ പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളിലെന്തും സേവായാലെ വയലുകളെല്ലാം ഉഴുതുമറിയിക്കും. പൊട്ടങ്കിത്തുകൾ പാകുകയായവർ ചാലുകൾ തോറും തിരുവചനങ്ങൾ. ഹല്ലേലൂയ പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധനമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഗുരുവമയും അവനവരോട് പറഞ്ഞു, ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയും അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? എൻ്റെ ധാന്യം ശേഖരിക്കുവാൻ എനിക്ക് ഇടമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊടിച്ച് കൂടുതൽ വലിയ പണിയും അവിടെ എൻ്റെ ധാന്യം മുഴുവനും വിഭവങ്ങളും ശേഖരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുക, കുടിക്കുക, ആഹ്ലാദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവത്തിലേക്ക് സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി നിധി കൂട്ടിവെക്കുന്നവനും. വീണ്ടും ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. എന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിനവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല,
കലവറയോ കളപ്പുരയോ അവയ്ക്കില്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠാകുലരാകുന്നത് കൊണ്ട് ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂടി നീട്ടുവാൻ നിങ്ങൾ ആർക്ക് സാധിക്കും? നിസ്സാരമായി ഇതുപോലും ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ഉത്കണ്ഠാകുലരാകുന്നത് എന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ എങ്ങനെ വളരുന്നു? അവ അധ്വാനിക്കുന്നോ നൂൽക്കുന്നുവോ ചെയ്യുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിനും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ലോകത്തിൻ്റെ ജനതകളാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവ ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിനറിയാം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളവ വിറ്റ് ധർമ്മം കൊടുക്കുവിൻ. ഏറിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കുവിൻ. സ്വർഗത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപവും അവിടെ കള്ളനെടുക്കുകയോ ചിതലെടുക്കുകയോ ഇല്ല. കാരണം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഉള്ള സ്ലീഹാ കാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭൗതിക സമ്പത്തിൽ ആശ്രയം വയ്ക്കാതെ ദൈവപരിപാലനയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഒരുക്കി വാർത്തെടുത്ത ദൈവമായി സമ്പത്തിനെ കണ്ട് അതിൽ ആശ്രയം വയ്ക്കുകയും ആരാധിക്കുകയും ചെയ്യുക തിന്മയാണെന്ന് പുറപ്പാടിൻ്റെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്ന് പൗലോസ്ലീഹ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അഴിമതിയും അസൂയയും അക്രമവുമെല്ലാം ഉടലെടുക്കുന്നത് എപ്പോഴും ധനമോഹത്തിൽ നിന്നാണ്. സമ്പത്ത് ശേഖരിക്കുന്നതിനെ ഇന്നത്തെ സുവിശേഷം കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെയോ ദൈവത്തിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ് കർത്താവ് ഇവിടെ കുറ്റപ്പെടുത്തുക. അതായത് സമ്പന്നനാകുന്നതിൽ ഒരിക്കലും ഒരു തെറ്റുമില്ല, അതൊരിക്കലും തനിക്ക് വേണ്ടി തന്നെയാകരുത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഒരു ഉപമ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പോഷനായ ധനികൻ തനിക്ക് ലഭിച്ച സമ്പത്തിൽ അമിതമായ അഹങ്കാരത്തോടുകൂടിയുള്ള സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് സുവിശേഷകൻ ഈ പോഷനായ ധനികനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. തൻ്റെ ജീവിതകാലത്തേക്കുള്ള ദീർഘകാലത്തേക്ക് സുരക്ഷിതവും സന്തോഷപ്രദവുമായിരിക്കുമെന്നുള്ള കരുതൽ അദ്ദേഹം തൻ്റെ ധനാഗമ മാർഗങ്ങളിലൂടെ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുകയും. എന്നാൽ ദൈവമായ കർത്താവ് അവനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഭോഷനായ മനുഷ്യ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ നീ സമ്പാദിച്ചു വച്ചിരിക്കുന്നവയെല്ലാം ആരുടേതാകും? ഒറ്റ രാത്രി കൊണ്ട് അയാളുടെ പ്രയത്നങ്ങളെല്ലാം വൃഥാവിലാകുമെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുക. ധനികന്റെ മനസ്സും ഹൃദയവും തൻ്റെ സമ്പത്തിൽ മാത്രമായിരുന്നതുകൊണ്ട് അയാൾ ദൈവത്തിൽ നിന്നും അയൽക്കാരിൽ നിന്നുമൊക്കെ വളരെയേറെ അകന്നുപോയിരുന്നു. അപ്പോൾ ഉണ്ടായ ഒരു വിനയാണ് അയാൾ അനുഭവിക്കുന്നത് എന്നാണ് ഈ ഉപമ വ്യക്തമാക്കുക. ഈ ഉപമയ്ക്ക് ശേഷം കർത്താവ് തൻ്റെ വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, സമ്പത്ത് ഈ ഭൂമിയിൽ മാത്രം സ്വരുക്കൂട്ടി വെക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ആകുലത നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തുന്നവരാകരുത് എന്നും ഈ വചനത്തിൻ്റെ നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അവിടെ പ്രപഞ്ചത്തിലെ ചില പാഠങ്ങൾ നിരത്തിക്കൊണ്ടാണ് കർത്താവ്
ദൈവപരിപാലനയുടെ ജ്ഞാനത്താൽ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പക്ഷികളിൽ ഏറ്റവും അധമ വിഭാഗമായിട്ട് കരുതിയിരുന്ന പക്ഷിക്കൂട്ടങ്ങളായിരുന്നു കാക്കകൾ എന്ന് പറയുന്നത്. ആ ഉപമ കർത്താവ് എടുത്തുകൊണ്ടാണ് പറയുക, ഭൂമിയിലെ കാക്കകളെ നിങ്ങൾ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, പക്ഷേ എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുകയാണ്. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഒക്കെയുള്ള ഉത്കണ്ഠ തികച്ചും അർത്ഥശൂന്യമാണ് എന്ന് ഈ കാക്കകളെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുകയും, അപ്പോൾ കാക്കകളെ പോലും ദൈവം തീറ്റിപ്പോറ്റുന്നുണ്ടെങ്കിൽ അവയേക്കാൾ എത്രയോ ശ്രേഷ്ഠരായ മനുഷ്യ മക്കളെ ദൈവം പരിപാലിക്കുമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും, നമ്മൾ പരിപാലനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, സൃഷ്ടപ്രപഞ്ചത്തിനും മനുഷ്യവർഗത്തിനും ദൈവം നൽകുന്ന സംരക്ഷണത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം പരിപാലന അല്ലെങ്കിൽ പ്രൊവിഡൻസ് എന്ന് വിളിക്കപ്പെടുക. അപ്പോൾ സൃഷ്ടപ്രപഞ്ചത്തിനും മനുഷ്യവർഗത്തിനും ദൈവം ഒരുക്കുന്ന സംരക്ഷണമാണ് ദൈവപരിപാലനയെങ്കിൽ തീർച്ചയായിട്ടും ആകാശഗോളങ്ങൾ മുതൽ നമ്മുടെ തലമുടി ഇഴ വരെയും ദൈവപരിപാലനയുടെ ഭാഗങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇസ്രായേൽക്കാർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശമായ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക, അവർ യാത്ര ചെയ്യുന്ന കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത അവസരത്തിലൊക്കെയും അവരുടെ ചെരുപ്പ് തേഞ്ഞു പോവുകയോ വസ്ത്രം ദ്രവിച്ചു പോവുകയോ ചെയ്തില്ല. നമുക്കറിയാം, അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നടക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥകർത്താവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയതുമില്ല, അവരുടെ വസ്ത്രം ദ്രവിച്ചു പോയതുമില്ല എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെയും, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വചനത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു, ഉത്കണ്ഠ അകാല വാർദ്ധക്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നുവെന്ന്. ദൈവം നമ്മുടെ പിതാവും നാം മക്കളുമായിരിക്കാൽ നമ്മെ പരിപാലിക്കുവാനായിട്ട് ദൈവം കടപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞെന്ന് വരാം, എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സ്വപുത്രനെ പോലും ലോകത്തിലേക്ക് അയക്കുവാനും നമ്മെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുക, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ഈ വചനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് എന്നാണ് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ കൊറോണ കാലത്ത് ആളുകൾ സെർച്ച് ചെയ്ത വചനം എന്താണ് എന്ന് ഒരു സർവേ എടുത്തപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനമാണെന്നാണ് കണ്ടെത്തിയത്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ആ ദൈവം നമ്മെ പരിപാലിക്കാതിരിക്കുമോ? ഈ മഹാമാരിയുടെ നടുവിലും ദൈവം നമ്മളെ കൈവിടുമോ എന്നാണ് സുവിശേഷകൻ നമ്മളെ ചോദിക്കുക. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ പരിപാലിക്കും. വിശുദ്ധ അംബ്രോസ് ഇപ്രകാരമാണ് ദൈവപരിപാലനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുക, ആകുലരാകാതെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക, അത് നിങ്ങളെ പരിപാലിക്കും. നമ്മുടെ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പരിപാലനയുടെ വലതുകരം നമ്മുടെ മേൽ എപ്പോഴും നിഴലിക്കുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിലകൊള്ളുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. അങ്ങനെ അവിടുന്ന് തൻ്റെ അനുഗ്രഹത്തിൻ്റെ വലതുകരം നമ്മുടെ മേൽ എപ്പോഴും നിഴലിക്കും. അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നമുക്ക് എപ്പോഴും വിനയാന്വിതമായ മനസ്സോടും ഹൃദയത്തോടും കൂടെ സമർപ്പണ ബുദ്ധിയോടുകൂടെ നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മളെ പരിപാലിക്കുന്നവനാണ്, അവിടുന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്നവനാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടെ ഈ ദിവസത്തെ നോക്കിക്കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ ബലിയിലൂടെയും കാരുണ്യവാനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷയോടും കൂടെ നിന്ന് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുടെ രൂപത്തിൽ ഇറങ്ങി വന്ന സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പ്രധാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ ശിഷ്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പശുപിതാമ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തയും ഞങ്ങളുടെ തിരുവാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തുപരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കാൻ കൃപയുണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണത്തിന്റെ താഴ്വരയിൽ കൂടെയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയിലോ ഉദ്ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയും കൂടെ അങ്ങയിൽ ആശ്രയിക്കുവാനും അനുതാപത്തോടും പ്രായശ്ചിത്തോടും കൂടെ ഞങ്ങളുടെ മാനസാന്തരങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന് അനുഗ്രഹത്തിന് മലഹ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ത്രീകന്മാരെ നിറച്ച് കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നയിക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾക്ക് വേപ്പന തലോനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാവുന്നു. ദൈവസ്വഭാവതരംഗമായി നാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈപ്പിടി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെയും അംഗകാരണിയാരുകത്താൽ യോഗ്യരാക്കും. കർത്താവേ, ഞങ്ങളുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളുടെ ദാനങ്ങളും ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കാരണവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തെരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീസിനായ നയിക്കും. ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ ഇടത്താൽ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശ്വരഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളൊടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സാധനും അതുപോലാത്മജനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാത്വത്തെ നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ
ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീമായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ജീവിതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമദീസായും ശരീരത്തിന്റെ വിയർപ്പും നിത്യാവശ്യങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയക്സ്മരമത്രാമാരുമ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി സകലത്തിനെയും നാഥനായ ദൈവം തന്റെ വേഷം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവമേ, അങ്ങ് ഞങ്ങളെ വർഷിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രിയർക്കീസുമാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സിൽപ്പെട്ട പരേതർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാര്യങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണവും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധി അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാ തനയർക്കും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം രോഗബാധ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂതാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെയും നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെയും. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരം
വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിലെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും മുതൽ സ്ഥലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഭക്തിമേന്മാരും വിരോപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും വിരോപികളുമായ ക്രമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. ഉന്നതനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിൽ ഹോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങേതുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാത ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങേയുള്ള സമാനർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായി ദാസ് നിന്റെ ദർശനതയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ ഘടകം ക്ഷമിച്ചു വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതനാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും ബലദുഷനുമായ മാർ യൂസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നുകളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ കാലത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരണത്തിനും കൃപാധിക്യത്തിന് യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായനോടും വർദ്ധിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോട് ഞങ്ങൾ സ്വീകരിക്കുന്ന ഇത്തിരി ശരീരം വഴി ഞാനും ഇവരും കണങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിന് യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരേ, മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദേവമാതാവായ ന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നതി സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവിടെയും സമൃദ്ധവുമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയവത്തനായ ശുശ്രൂഷയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകതമാ പുരോഹിതമാ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമുദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ ബുദ്ധിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ ധർമ്മത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും
അങ്ങ് നൽകിയ മാതൃം പ്രാകൃതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംസിക്കാരുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ രഹസ്യത്തെയും സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ഈ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പള്ളിവത്തിയാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വകരാജ്യത്തിൽ നവമാജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മകനെ വിസ്മയമായ ശബ്ദതയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൃതത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴുമെന്നേക്കും. ആമേൻ. സമാധാനവും വാസ്തുപ്രത്യാശയുമായ മിശിഹായും ലോകനാനാഭാഗങ്ങൾ വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തി സമാധാനം പുലർത്തണമേ. സഭയെ രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി പിടിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവും ആജീവൻ നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഗവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി എപ്പം സ്വർഗത്തിൽ നിന്നായി ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊഴിഞ്ഞ് കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിഹാരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടി സഭയുടെ ദിവരഹസ്യങ്ങളെ പങ്കുകൊള്ളാം.
അനന്തത്തുള്ളാകുന്ന ക്ഷണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന് അധനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിലും വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും വ്യക്തോടും കൂടി ദിവ്യരഹസ്യങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കൾ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദാസരുടെ പാവങ്ങളുടെ ബലാദങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതയും അങ്ങേ സകരാധിസ്തരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പത്രീകരിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കണേ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടുകൂടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈനികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകലോക പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. വിശുദ്ധൻ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോടെ പ്രതിനിധിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാജ്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. നമ്മെ ജീവിപ്പിക്കുന്ന താവീശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, വരുവൻ മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവൻ.
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായി, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും എൻ്റെ സന്നദ്ധി സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സ്ഥലത്തിൻ്റെയും നാഥായ നീക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധന രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത പുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധി ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ വീക്ഷമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർദ്ദനായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിമോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിമോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളുള്ള ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾ എല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളും യോഗ്യവും എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായവും ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സകലത്തെയും പാത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശ്രീരത്നങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവ് ദൈവരാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തിയിലും തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ യച്ചാലും നിന്റെ കാരുണ്യാരകത്താ ഞങ്ങളുടെ കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെടിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വകരാജ്യത്തെ നവമാ ജീവിതത്തിനും കാരണമാട്ടെ. സാരത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ദിവസം പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹ
പിതാവം സകലേശൻ വിരവോടു നമ്മിൽ വസിച്ചു സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗം ആർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാം വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവമേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്ത്. പോലും നീ ബലിയിൽ പങ്കാളികള അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയാനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെന്നും. ദൈവികമാം ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ദൈവമേ, ആരോഗ്യമായി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നാനാവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരെയും പിശാച് ബാധരെയും മറ്റും അത്ഭുതകരമായി സൗഖ്യമാക്കി ഞങ്ങളുടെ ദുരുസ്വതനെയും ഞങ്ങൾക്ക് രക്ഷകനായി നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ഭൂമുഖത്തെ രസിക്കുകയും ഞങ്ങളെ ആശങ്കാകുലരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എന്ന പകർച്ചവ്യാധി ഞങ്ങളെ രക്ഷിക്കണമേ. ഇസ്രായേൽക്കാരെ ബാധകളിൽ നിന്ന് രക്ഷിക്കുകയും സുരക്ഷിതരായി വാഗ്ദാന ദേശത്തെത്തുകയും ദൈവമേ, എല്ലാവിധ പകർച്ചവ്യാധിയും ഞങ്ങളുടെയും ഈ ഭൂമുഖത്തെയും സുരക്ഷിതരായി കാത്തുപരിപാലിക്കണമേ. സ്ഥലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. പുരോഹിതനീശോയെ കാക്കണമങ്ങേ വൈദികരെ പരിപാവനമാം പാതകളിൽ
സന്തതം അവരെ നയിക്കണമേ. നല്ലതു തന്നെ ചിന്തിക്കാം, നല്ലതു തന്നെ ഉരിയാടാം, നല്ലതു തന്നെ ചെയ്തിടുവാൻ നന്മയിൽ അവരെ കാക്കണമേ. താൻ നിറയും പകയോടെ നിർഭയമവരെ അലട്ടുമ്പോൾ നാഥാനിൻ തിരുഹൃദയത്തിൻ വാതിലവർക്കു തുറക്കണമേ. ജോലികളെല്ലാം തീർന്നൊടുവിൽ നിൻ തിരുസന്നിധി അണയുമ്പോൾ സദയം അവർക്കു സനാതനമാം സ്വർഗാനന്ദം നൽകണമേ. നിൻ തിരുസഭയെ നയിച്ചിടുവാൻ നിൻ സുവിശേഷം നൽകിടുവാൻ ദുഃഖിതരിൽ കനിവിയലാനും നിൻ കൃപയവരിൽ തൂകണമേ. വൈദികരാണി വിമലാംബേ മറിയവേ